നമ്മുടെ ഫോണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് ഇത്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ഹാക്കർമാർക്ക് വളരെ എളുപ്പമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു അൺനോൺ ആപ്ലിക്കേഷൻ നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മുടെ ഫോണിൻ്റെ ഫുള്ള് കൺട്രോള് ഹാക്കർമാരെടുത്തിട്ട് നമ്മുടെ ഡേറ്റാസൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ഒഴിവാക്കാനുള്ളൊരു സെറ്റിങ്സാണ്. നമ്മുടെ ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഓപ്ഷൻസ് വരും. അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ചിലതിൻ്റെ അത് ആപ്സ് എന്ന് മാത്രമായിരിക്കും. ജസ്റ്റ് ഇതേപോലെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് സ്പെഷ്യൽ ആക്സസ് ടു ശ്രദ്ധിക്കുക. ഏറ്റവും താഴെയായിട്ട് സ്പെഷ്യൽ ആക്സസ് ടു എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ സെറ്റിങ്സ്. ജസ്റ്റ് നമുക്കൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും. അവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക. ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പെർമിഷൻ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. കണ്ടോ, ഇത്രയും ആപ്ലിക്കേഷന് നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ക്രോമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പല അൺനോൺ ആപ്ലിക്കേഷനും ഇതേപോലെ ഇൻസ്റ്റാൾ ആവും. അതുകൊണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ആ ഓപ്ഷൻ അങ്ങ് ഡിസേബിൾ ചെയ്യുക. ഇതേപോലെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്ര ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്യുക. അതേപോലെ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് അത് ഞാൻ ഓഫ് ചെയ്തു. അതേപോലെ തന്നെ താഴെ വാട്സപ്പ് കാണാൻ കഴിയും. 2 വാട്സപ്പ് ഉണ്ട്. ആ 2 വാട്സപ്പിൽ നിന്നും നമ്മൾ ഇതേപോലെ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ എടുത്ത് മാറ്റുകയാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ഇതേപോലെ ഡിസേബിൾ ചെയ്യുകയാണ്. അടുത്ത വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ഡിസേബിൾ ചെയ്യുകയാണ്. സാധാരണയായി ഗൂഗിൾ ക്രോം വഴിയും ജിമെയിൽ വഴിയും വാട്സപ്പ് വഴിയൊക്കെ ഹാക്കർമാർ സ്പൈ ലിങ്കുകൾ അയച്ചു തരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകും. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ എനേബിൾ ആണെങ്കിൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ ഹാക്കർമാർക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ഇവിടുന്ന് ഇൻസ്റ്റാൾ അൺനോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്ര ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നു ആ ആപ്ലിക്കേഷൻ എല്ലാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. കറക്റ്റായിട്ട് ചെയ്തിരിക്കണം, എങ്കിലേ നമ്മുടെ ഫോൺ പ്രൊട്ടക്റ്റഡ് ആകത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് അൺനോൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സെറ്റിങ്സ് കാണാൻ കഴിയില്ലെങ്കിൽ ഇതേപോലെ സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിലൊരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ അൺനോൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ചില ഫോണുകളിൽ ചിലപ്പോൾ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ്റെ അകത്തല്ലായിരിക്കും, ചിലപ്പോൾ അഡ്വാൻസ് സെറ്റിങ്സിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷേ നമ്മൾ മേളിൽ സെറ്റിങ്സിൻ്റെ മേളിൽ സെർച്ചിൽ അൺനോൺ ആപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിങ്സിലേക്ക് ഡയറക്റ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ ഫോണിൽ ഈ സെറ്റിങ്സ് ഓഫ് ചെയ്ത് വയ്ക്കുക.